പ്രിയ വിദ്യാർത്ഥികളെ, ലിബ്രിയോഫീസ് കാൽക്കിലെ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ്. എന്താണ് ലോജിക്കൽ ഫംഗ്ഷൻസ് എന്ന് നോക്കാം. ലോജിക്കൽ ഫംഗ്ഷൻസ് ആർ യൂസ്ഡ് ടു കമ്പയർ ടു വാല്യൂസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ്. എ ലോജിക്കൽ ഫംഗ്ഷൻ റിട്ടേൺ ഐദർ ലോജിക്കൽ ട്രൂ ഓർ ലോജിക്കൽ ഫാൾസ് വെൻ ദെയർ ഫംഗ്ഷൻസ് ആർ ഇവാലുവേറ്റഡ്. ഇപ്പം രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ലിബ്രിയോഫീസ് കാൽക്ക് ഫംഗ്ഷൻ ആണ് ലോജിക്കൽ ഫംഗ്ഷൻസ്. ഈ ലോജിക്കൽ ഫംഗ്ഷൻസ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ടായിട്ട് തരുന്നത്, അതല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ അതല്ലെങ്കിൽ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ് ആണ് അതിന്റെ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ദ കോമൺലി യൂസ്ഡ് ലോജിക്കൽ ഫംഗ്ഷൻസ് ആർ. കുറേയധികം ലോജിക്കൽ ഫംഗ്ഷൻസ് ലിബ്രിയോഫീസ് കാൽക്കിൽ അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട 3 ലോജിക്കൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഈ വർഷം പരിചയപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇഫ്, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ ഓർ. ഇഫ് ഫംഗ്ഷൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മാർക്ക് ഷീറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആ മാർക്ക് ഷീറ്റിൽ 4 കോളങ്ങളുണ്ട്. ഫസ്റ്റ് കോളം റോൾ നമ്പർ, സെക്കൻഡ് കോളം നെയിം ഓഫ് സ്റ്റുഡൻറ്, തേർഡ് കോളം മാർക്ക്, ദെൻ ഫോർത്ത് കോളം റിസൾട്ട്. റോൾ നമ്പറും സ്റ്റുഡൻറ് നെയിമും മാർക്കും ആൾറെഡി എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി റിസൾട്ടാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ? ഈ വിഷയത്തിൽ കുട്ടി പാസ്സാവണമെങ്കിൽ എത്ര മാർക്ക് വേണം? 24 മാർക്ക് കിട്ടിയാലാണ് ഒരു കുട്ടി പാസ്സാവുന്നത്. അപ്പം ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സുനിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 24 ആണ്. ഇപ്പൊ റിസൾട്ട് എന്ന് പറയുന്ന കോളത്തില് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കുട്ടിയുടെയും റിസൾട്ട് പാസ്ഡ് ഓർ ഫെയിൽഡ് എന്ന് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഇഫ് എന്ന് പറയുന്ന ലോജിക്കൽ ഫംഗ്ഷൻ. ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനുള്ളത്. C3 എന്ന് പറയുന്ന സെല്ലിലെ മാർക്ക് അത് പാസ് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പൊ 24 എന്ന് പറയുന്ന സുനിലിന്റെ മാർക്ക് പാസ് മാർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 24 24 കൂടുതൽ മാർക്കോ ആണെങ്കിൽ റിസൾട്ട് എന്ത് കാണിക്കണം? പാസ്ഡ് എന്ന് കാണിക്കണം. ദെൻ രണ്ടാമത്തെ കുട്ടിയുടെ ഷമീർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മാർക്ക് നോക്കാം. 40 ആണ്. അവിടെയും ഈ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ട്രൂ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 24 കൂടുതൽ മാർക്കാണ്. ഇവിടെയും എന്ത് ഡിസ്പ്ലേ ചെയ്യണം? പാസ്ഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ദെൻ തോമസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് കിട്ടിയത് 65 മാർക്കാണ്. അതും 24 കൂടുതലാണ്. അവിടെയും റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്? പാസ്ഡ് എന്നാണ്. എന്നാൽ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 20 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ കിട്ടിയ മാർക്കും പാസ് മാർക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആണ്, ട്രൂ അല്ല. 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24 എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഫാൾസ് ആണ് വരുന്നത്. ഫാൾസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഷീ ഈസ് ഫെയിൽഡ്. അവിടെ നമുക്ക് റിസൾട്ട് എന്ത് കാണിക്കണം? ഫെയിൽഡ് എന്ന് കാണിക്കണം. അപ്പൊ ഈ റിസൾട്ടുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മൾ എൻട്രി ചെയ്യേണ്ട ആ സിൻടാക്സ് അല്ലെങ്കിൽ ആ കോഡാണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു ഇഫ്, ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒരു ടെസ്റ്റ് ആണ് നമ്മൾ നടത്തുന്നത്. ഒരു ലോജിക്കൽ ടെസ്റ്റ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. എന്താണ് ലോജിക്കൽ ടെസ്റ്റ്? C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24. C3 എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ മാർക്ക് എൻട്രി ചെയ്ത സെൽ അഡ്രസ് ആണ് C3. ആ C3യിലെ മാർക്ക് 24 കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അത് ആൻസർ ട്രൂ വരും, അതല്ലെങ്കിൽ ഫാൾസ് വരും. ട്രൂ ആണെങ്കിൽ, ഈ ടെസ്റ്റ് റിസൾട്ട് ട്രൂ ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ഔട്ട്പുട്ട് ആണ് പാസ്ഡ്. ദെൻ ഈ ടെസ്റ്റ് റിസൾട്ട് ഫാൾസ് ആണെങ്കിലോ, ദെൻ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട റിസൾട്ട് ആണ് ഫെയിൽഡ്. ഈ ഫംഗ്ഷന്റെ സിൻടാക്സ് നോക്കാം. ആദ്യം ഇസ് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കണം, ദെൻ ഫംഗ്ഷൻ നെയിം കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ആ ടെസ്റ്റ് റിസൾട്ട് ട്രൂ ആണെങ്കിൽ എന്താണോ ആൻസർ കാണിക്കേണ്ടത് അതാണ് ആദ്യം കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് അഗെയിൻ കോമ. ദെൻ ടെസ്റ്റ് റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ എന്താണോ ഔട്ട്പുട്ട് വരേണ്ടത് അതാണ് രണ്ടാമത് കൊടുക്കേണ്ടത്. അപ്പൊ ടെസ്റ്റ്, ദെൻ വാല്യൂ, അതർവൈസ് വാല്യൂ. റിസൾട്ട് ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. ദെൻ റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ സെക്കൻഡ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യും.
when we need to test a condition, whether it is true or false, then usually if function is used. അപ്പോൾ ഒരു കണ്ടീഷൻ മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലോജിക്കൽ ഫംഗ്ഷൻ ആണ് ഇഫ്. അപ്പൊ അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ദിസ് ഫംഗ്ഷൻ വിൽ അനലൈസ് എ ലോജിക്കൽ ടെസ്റ്റ് ആൻഡ് ഗിവ് യു ദ റിസൾട്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് അത് പ്രോസസ് ചെയ്യും, ദെൻ അതിന്റെ റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നുള്ള രീതിയിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യും. നേരത്തെ കാണിച്ച മാർക്ക് ഷീറ്റ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ റിസൾട്ട് കോളത്തിലാണ് നമുക്ക് ഫംഗ്ഷൻ എൻട്രി ചെയ്യാനുള്ളത്. D3 എന്ന് പറയുന്ന സെല്ലിലാണ് നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. അവിടെ ഫംഗ്ഷൻ എൻട്രി ചെയ്യണം. ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഫംഗ്ഷൻ? ഇഫ്, ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ എന്താണോ ടെസ്റ്റ്, ആ ടെസ്റ്റാണ് എൻട്രി ചെയ്യേണ്ടത്. ടെസ്റ്റ് എന്താണ്? C3 എന്ന് പറയുന്ന സെല്ലിലെ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24. ഇതാണ് ടെസ്റ്റ്. ഈ ആ ടെസ്റ്റ് റിസൾട്ട് ട്രൂ ആണെങ്കിൽ എന്ത് കാണിക്കണം? പാസ്ഡ് എന്ന് കാണിക്കണം. ടെസ്റ്റ് റിസൾട്ട് ഫാൾസ് ആണെങ്കിലോ സെക്കൻഡ് വാല്യൂ കാണിക്കണം. ആദ്യം ഇസ് ഈക്വൽ ടു സിമ്പൽ കൊടുക്കണം, ദെൻ ഇഫ് എന്ന് ടൈപ്പ് ചെയ്യണം, ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ കണ്ടീഷൻ എൻ്റർ ചെയ്തു. C3യിലെ വാല്യൂ 24 24 കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ആ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ എന്താണ് റിസൾട്ട് വരേണ്ടത്? പാസ്ഡ് എന്നാണ്. ദെൻ അഗൈൻ കോമ. ആ ടെസ്റ്റ് റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ എന്താണ് റിസൾട്ട് കാണിക്കേണ്ടത്? ഫെയിൽഡ് എന്നാണ് റിസൾട്ട് കാണിക്കേണ്ടത്. ഇങ്ങനെയാണ് ഇഫ് ഫംഗ്ഷൻ എൻ്റർ ചെയ്യേണ്ടത്. ആൻസർ വന്നിട്ടുണ്ട്, പാസ്ഡ് എന്ന് വന്നിട്ടുണ്ട്. ദെൻ ഈ സെല്ലിലുള്ള ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? താഴെ സെല്ലുകളിലേക്ക് ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. അപ്പോൾ എല്ലാ റിസൾട്ടുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഫാത്തിമ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് മാത്രമാണ് എത്ര മാർക്ക് കിട്ടിയിട്ടുള്ളത്? 20 മാർക്ക്. ഇറ്റ് ഈസ് ബിലോ 24. അതുകൊണ്ട് ആ റിസൾട്ട് മാത്രം ഫെയിൽഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ റിസൾട്ടുകളും പാസ്ഡ് എന്നാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കാം? ഇഫ് ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഒരു മാർക്ക് ഷീറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. 4 കോളങ്ങളാണുള്ളത്. ഫസ്റ്റ് കോളം റോൾ നമ്പർ, സെക്കൻഡ് കോളം നെയിം, തേർഡ് കോളം മാർക്ക്, ദെൻ ഫോർത്ത് കോളം ഗ്രേഡ്. അപ്പോൾ കുട്ടികളുടെ മാർക്കിനനുസരിച്ചിട്ടുള്ള ഗ്രേഡാണ് 4ാമത്തെ കോളത്തിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കണ്ടീഷൻ നോക്കുക. 90 മുതൽ 100 വരെ മാർക്കാണെങ്കിൽ A+ ആണ്. 80 മുതൽ 89 വരെ മാർക്കാണെങ്കിൽ A ആണ്. അങ്ങനെ 30 മുതൽ 39 വരെ മാർക്ക് D+ കണക്കാക്കും. 30ൽ കുറവ് മാർക്കാണെങ്കിൽ ഗ്രേഡ് D ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇവിടെ ഒന്നിലധികം കണ്ടീഷൻസ് വരുന്നുണ്ട്. ആദ്യം നമുക്ക് സുനിൽ എന്ന് പറയുന്ന കുട്ടിയുടെ മാർക്കിന്റെ പ്രോസസ്സിംഗ് നോക്കാം. 95 എന്ന് പറയുന്ന മാർക്ക് 90ൽ കൂടുതലാണോ? യെസ് എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ ഏത് ഗ്രേഡ് കാണിക്കണം? A+ എന്ന് പറയുന്ന ഗ്രേഡ് കാണിക്കണം. ദെൻ ഷമീറിന്റെ മാർക്ക് കമ്പയർ ചെയ്യുമ്പോഴോ ആദ്യം 90ൽ കൂടുതലാണോ എന്ന് ടെസ്റ്റ് ചെയ്യും, ഫാൾസ്. ദെൻ 80ൽ കൂടുതലാണോ? അപ്പോഴും റിസൾട്ട് ഫാൾസ് ആണ്. അതും കഴിഞ്ഞ് 70ൽ കൂടുതലാണോ എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് റിസൾട്ട് ട്രൂ ആവുന്നത്. ഇവിടെ എന്ത് കാണിക്കണം? B+ എന്ന് കാണിക്കണം. ഇനി ഹിസാന എന്ന് പറയുന്ന കുട്ടിയുടെ മാർക്ക് നോക്കാം. എത്രയാണ് മാർക്ക്? 35 ആണ്. ആദ്യം 90ൽ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. ടെസ്റ്റ് റിസൾട്ട് ഫാൾസ് ആണ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോഴും ഫാൾസ് ആണ്. മൂന്നാമത്തെ കണ്ടീഷനും ഫാൾസ് ആണ്. അങ്ങനെ മുകളിൽ എഴുതിയ എല്ലാ കണ്ടീഷനുകളും ഫാൾസ് ആയി 30ൽ കൂടുതലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുന്നത്. അതോടുകൂടി ഹിസാന എന്ന് പറയുന്ന കുട്ടിയുടെ ഗ്രേഡ് എത്ര കാണിക്കണം? D+ എന്ന് കാണിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഫോർമുലയിൽ തന്നെ നമുക്ക് ഒന്നിലധികം ഇഫ് സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഇഫ് ഫംഗ്ഷനുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനെ നെസ്റ്റഡ് ഇഫ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇസ് ഈക്വൽ ടു ഇഫ് C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. ഫസ്റ്റ് ടെസ്റ്റ് ആണ് C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. 90ൽ കൂടുതൽ മാർക്കാണോ എന്ന് ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് റിസൾട്ട് ട്രൂ ആവാം, ഫാൾസ് ആവാം. ട്രൂ ആണെങ്കിൽ എന്താണോ ഔട്ട്പുട്ട് വരേണ്ടത് അതാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. A+ എന്ന് കൊടുത്തു. ദെൻ അത് ഫാൾസ് ആണെങ്കിലോ? 90ൽ കൂടുതൽ മാർക്ക് ഇല്ലെങ്കിലോ? അപ്പൊ രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് പോകണം.
അതാണ് വീണ്ടും കോമ ടു ഇഫ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് രണ്ടാമത്തെ ടെസ്റ്റ്? C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. 90 കൂടുതൽ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെക്ക് ചെയ്യണം? 80 കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഈ സ്റ്റേറ്റ്മെന്റിനും രണ്ട് റിസൾട്ടുകളാവാം, ട്രൂ ആവാം, ഫാൾസ് ആവാം. ട്രൂ ആണെങ്കിൽ എന്താണോ റിസൾട്ട് വരേണ്ടത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ റിസൾട്ട്? എ എന്ന് വരണം. ദെൻ രണ്ടാമത്തെ ടെസ്റ്റും ഫാൾസ് ആണെങ്കിലോ ദെൻ മൂന്നാമത്തെ ടെസ്റ്റിലേക്ക് പോകും. അങ്ങനെ ഒരു ഇഫിനകത്ത് തന്നെ വീണ്ടും വീണ്ടും ഇഫുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഫോർമുലയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ റിസൾട്ടുകൾ കണ്ടെത്താൻ നമുക്ക് ഏത് ഉപയോഗിക്കാൻ കഴിയും? നെസ്റ്റഡ് ഇഫുകൾ ഉപയോഗിക്കാം. ഇഫ് ഫംഗ്ഷൻ ടെസ്റ്റ് സിംഗിൾ ക്രൈറ്റീരിയ. നേരത്തെ പറഞ്ഞു ഇഫ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒറ്റ കണ്ടീഷൻ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. ഇഫ് യുവർ ഡാറ്റ റിക്വയർ മോർ ലോജിക്കൽ ടെസ്റ്റ് വിത്ത് മൾട്ടിപ്പിൾ കണ്ടീഷൻ യു ക്യാൻ യൂസ് സെവറൽ ഇഫ് കണ്ടീഷൻസ് ഇൻ വൺ ഫോർമുല. ദീസ് മൾട്ടിപ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കാൾഡ് നെസ്റ്റഡ് ഇഫ്. അപ്പോൾ ഒന്നിലധികം കണ്ടീഷൻസ്, ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ഉടനെ തന്നെ ചെക്ക് ചെയ്യണം. അങ്ങനെ കണ്ടീഷൻസ് തുടരെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് അല്ല ഉപയോഗിക്കേണ്ടത്. ഏതാണ് ഉപയോഗിക്കേണ്ടത്? നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്ന രീതിയിലാണ് അതിന്റെ ഫോർമുല നമ്മൾ തയ്യാറാക്കേണ്ടത്. ദെൻ അതിന്റെ സിൻടാക്സ് നോക്കാം. ഇഫ് ടെസ്റ്റ് 1 ട്രൂ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് കാണിക്കണം. ദെൻ അത് ഫാൾസ് ആണെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റ് നടത്തണം. ദെൻ രണ്ടാമത്തെ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് വരും. രണ്ടാമത്തെ റിസൾട്ടും ഫാൾസ് ആണെങ്കിൽ മൂന്നാമത്തെ ടെസ്റ്റിലേക്ക് പോകും. ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ ടെസ്റ്റ് ഈസ് ഫാൾസ് then the application will test the next condition. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ടെസ്റ്റ് ഫാൾസ് ആണെങ്കിലാണ് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ട്രൂ ആണെങ്കിൽ ആ ചെക്കിംഗ് അവിടെ അവസാനിക്കും. A+ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ടെസ്റ്റുകളൊന്നും നടത്തുന്നില്ല. A+ കിട്ടുന്നില്ലെങ്കിലാണ് A ചെക്ക് ചെയ്യുന്നത്. A+ഉം Aയും കിട്ടാത്തൊരു കുട്ടിക്കാണ് B+ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആവശ്യാനുസരണം ടെസ്റ്റുകൾ ആഡ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ ഈ ഇഫ് ഫംഗ്ഷനുകളെ ക്രമീകരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്നാണ് പറയേണ്ടത്. നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്ന് ചെയ്തു നോക്കാം. നെസ്റ്റഡ് ഇഫ് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം. ഏത് സെല്ലിലാണ് ഗ്രേഡ് കാണിക്കേണ്ടത്? D3 എന്ന് പറയുന്ന സെല്ലിലാണ് ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സീക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏത് സെല്ലിലെ മാർക്കാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? C3 എന്ന് പറയുന്ന സെല്ലിലെ മാർക്കാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? 90 90 കൂടുതലാണോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. അങ്ങനെയാണെങ്കിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം? A+ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ദെൻ വീണ്ടും അടുത്ത ടെസ്റ്റിലേക്ക് പോകാം. C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. അങ്ങനെയാണെങ്കിൽ എന്താ റിസൾട്ട്? A എന്ന് കാണിക്കണം. അങ്ങനെ ആ ടെസ്റ്റും ഫാൾസ് ആണെങ്കിൽ അടുത്ത ടെസ്റ്റിലേക്ക് പോകണം. ഇഫ് C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70, then B+ എന്ന് കാണിക്കണം. അഗെയിൻ കോമ. ഇഫ് അതും ഫാൾസ് ആണെങ്കിൽ C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ B എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ദെൻ അതും ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് പോകണം. ഇഫ് C3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അത് ട്രൂ ആണെങ്കിൽ C+ എന്ന് കാണിക്കണം. അഗെയിൻ കോമ. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ആദ്യം 90 ആണോ എന്ന് ചെക്ക് ചെയ്തു. A+ എന്ന് കൊടുത്തിട്ടുണ്ട്. കോമ. ദെൻ 80 ഓർ മോർ, 80 ഓർ എബോവ് ചെക്ക് ചെയ്തിട്ടുണ്ട്. A എന്ന് ഗ്രേഡ് കൊടുത്തു. ദെൻ തേർഡ് കണ്ടീഷനാണ് 70 ഓർ എബോവ്, B+ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും ഫാൾസ് ആണെങ്കിൽ 60 ഓർ എബോവ്, B എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ 50 ഓർ എബോവ്, C+, 40 ഓർ എബോവ്, C, 30 ഓർ എബോവ്, D+. എല്ലാ റിസൾട്ടുകളും ഫാൾസ് ആണെങ്കിൽ അഗെയിൻ കോമ D എന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ദെൻ എത്ര ഇഫ് ഫംഗ്ഷനുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റുകൾ നമ്മൾ അവസാനം ക്ലോസ് ചെയ്യണം. എൻ്റർ കീ പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ A+ എന്ന് ആൻസർ വന്നിട്ടുണ്ട്. കറക്റ്റാണ്. 90 കൂടുതൽ മാർക്കാണ്. A+ എന്ന് കാണിക്കും. ദെൻ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താഴെ സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യുമ്പോൾ 75
ബി പ്ലസ് ആണ്, 82 എ ആണ്, 65 ബി ആണ്, 35 ഡി പ്ലസ് ആണ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെസ്റ്റഡ് ഇഫുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷനിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ നമുക്ക് ക്രമീകരിക്കാൻ കഴിയും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് രണ്ട് ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. ഒന്ന് ഇഫ്, രണ്ട് നെസ്റ്റഡ് ഇഫ്. എന്തായിരുന്നു ഇഫിൻ്റെ സിൻടാക്സ്? എന്തായിരുന്നു? ആദ്യം ഒരു ടെസ്റ്റ്, ആ ടെസ്റ്റ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കാണിക്കും. ദെൻ ടെസ്റ്റ് ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരും. ഇസ് ഈക്വൽ ടു ഇഫ് ടെസ്റ്റ് കോമ ദെൻ വാല്യൂ കോമ അതർവൈസ് വാല്യൂ. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇഫ് ഫംഗ്ഷനുകളെ ക്രമീകരിക്കാം. അങ്ങനെ ഒന്നിലധികം ഇഫ് ഫംഗ്ഷനുകൾ ഒരു ഫോർമുലയിൽ ക്രമീകരിക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? നെസ്റ്റഡ് ഇഫ് എന്നാണ് പറയുന്നത്. നെസ്റ്റഡ് ഇഫിൽ എങ്ങനെയാണ് സിൻടാക്സ് വന്നത്? ആദ്യം ഒരു ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ടെസ്റ്റ് 1, ആ റിസൾട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ഫസ്റ്റ് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ റിസൾട്ട് ഫാൾസ് ആണെങ്കിലാണ് രണ്ടാമത്തെ ഇഫ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ഇഫ് ഫംഗ്ഷനും ഫാൾസ് വരുന്ന സമയത്ത് തൊട്ടടുത്ത ഇഫ് ഫംഗ്ഷനിലേക്ക് ആ പ്രോസസ്സ് തുടർന്നു കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഇഫ് ഫംഗ്ഷനുകളെ ക്രമീകരിക്കുകയാണെങ്കിൽ അതിനെ നെസ്റ്റഡ് ഇഫ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇനി രണ്ട് ലോജിക്കൽ ഫങ്ഷൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് ആൻഡ്, രണ്ട് ഓർ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.